ഒരേ സമയം ശാസ്ത്രലോകം ആരാധിക്കുകയും അതേസമയം തന്നെ വെറുക്കുകയും ചെയ്ത ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജീവന്റെ ഏറ്റവും വലിയ രഹസ്യം കണ്ടെത്തിയ, പക്ഷേ സ്വന്തം വാക്കുകൾ കൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയൊരാള്. അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ജെയിംസ് വാട്സനെക്കുറിച്ചാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസിന്റെ ഈ വാക്കുകൾ ശരിക്കും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. ജെയിംസ് വാട്സന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും. ശാസ്ത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രതിഭയും സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും തമ്മിൽ ഒരു കാലത്തും പൊരുത്തപ്പെട്ടു പോയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരേ മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു വശത്ത് നോക്കൂ, നോബൽ സമ്മാനം പോലെയുള്ള വലിയ വലിയ ബഹുമതികൾ. എന്നാൽ മറുവശത്തോ, താൻ സ്വന്തമായി കെട്ടിപ്പടുത്ത സ്ഥാപനത്തു നിന്നുപോലും പുറത്താക്കപ്പെട്ടു. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ചേർത്ത് വെച്ചാലേ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമാവൂ. അപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. 1950കളാണ് കാലം. ജീവന്റെ അടിസ്ഥാന രഹസ്യം എന്താണ്? അത് കണ്ടെത്താനായി ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞർ തമ്മിൽ ഒരു മത്സരയോട്ടം തന്നെ നടക്കുകയായിരുന്നു. ഈ മത്സരത്തിന്റെ മുൻനിരയിൽ ഫ്രാൻസിസ് ക്രിക്കിനൊപ്പം ജെയിംസ് വാട്സനുമുണ്ടായിരുന്നു. ആ ചരിത്രപരമായ കണ്ടുപിടുത്തം നടത്തുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നുവെന്നറിയാമോ? വെറും 24 വയസ്സ്. ഒന്നാലോചിച്ചു നോക്കൂ, ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു യുവപ്രതിഭ. അവരുടെ കണ്ടുപിടുത്തത്തിന് നിർണായകമായ ഒരു തെളിവ് ആവശ്യമായിരുന്നു. അത് വന്നത് ലണ്ടനിലെ കിങ്സ് കോളേജിലെ ഒരു മിടുക്കിയായ ശാസ്ത്രജ്ഞയുടെ കയ്യിൽ നിന്നാണ്. ഡോക്ടർ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. അവരെടുത്ത ഫോട്ടോ 51 എന്ന ഈ എക്സ്റേ ചിത്രം കണ്ടതോടെയാണ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നത്. DNA ഘടന ഒരു പിരിയൻ ഗോവണി പോലെയാണെന്നുള്ള ആദ്യത്തെ സൂചന നൽകിയത് ഈ ചിത്രമാണ്. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ഫ്രാങ്ക്ലിന്റെ സഹപ്രവർത്തകനായ മോറിസ് വിൽക്കിൻസ് അവരുടെ അനുവാദമില്ലാതെയാണ് ഈ ചിത്രം വാട്സനെ കാണിക്കുന്നത്. ആ നിമിഷത്തെക്കുറിച്ച് വാട്സൺ തന്റെ പുസ്തകത്തിൽ എഴുതിയത് കണ്ടോ? അതൊരു യുറേക്ക നിമിഷം പോലെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞാൽ വാട്സന്റെ കരിയറിലെ ആദ്യത്തെ വലിയ വിവാദം ഇതുതന്നെയാണ്. റോസലിൻഡ് ഫ്രാങ്ക്ലിന്റെ സംഭാവനകൾക്ക് അർഹിച്ച അംഗീകാരം കിട്ടിയില്ല. 1962 വാട്സനും ക്രിക്കും വിൽക്കിൻസും നോബൽ സമ്മാനം പങ്കുവച്ചപ്പോൾ ഫ്രാങ്ക്ലിന്റെ പേര് അതിലുണ്ടായിരുന്നില്ല. കാരണം അതിനു മുമ്പ് തന്നെ അവർ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. മരണാനന്തരം നോബൽ കൊടുക്കാറില്ല എന്നായിരുന്നു അന്നത്തെ നിയമം. വിവാദങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷേ അവരുടെയെല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലമെന്തായിരുന്നു എന്നറിയാമോ? ശാസ്ത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ആ ഒരു ചിത്രം, DNA ഇരട്ടപ്പിരി ഗോവണിയുടെ ആ വിഖ്യാതമായ മോഡൽ. അപ്പോ എന്തുകൊണ്ടാണ് ഈ കണ്ടുപിടുത്തം ഇത്രയും വലുതാകുന്നത്? കാരണം അതൊരു വെറും രൂപം മാത്രമായിരുന്നില്ല, അത് ജീവന്റെ ബ്ലൂപ്രിന്റായിരുന്നു. ഒരു പിരിയൻ ഗോവണി പോലെ അതിലെ ഓരോ പടിയും നമ്മുടെ മുടിയുടെ നിറം മുതൽ കണ്ണിന്റെ നിറം വരെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ജനിതക നിർദ്ദേശങ്ങളായിരുന്നു. തലമുറകളിലേക്ക് വിവരങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാന രഹസ്യമാണ് അതോടെ ശാസ്ത്രലോകത്തിനു മുന്നിൽ തുറന്നുകിട്ടിയത്. ഡബിൾ ഹെലിക്സ് കണ്ടുപിടിച്ചതോടെ വാട്സന്റെ ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു വലിയ സ്ഥാപനത്തിന്റെ അമരക്കാരനും ശാസ്ത്രലോകത്തെ ഒരു നേതാവുമായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്ന് നോക്കാം. 1. ശാസ്ത്ര പാഠപുസ്തകങ്ങളുടെ രീതി തന്നെ മാറ്റിയെഴുതിയ മോളിക്യുലർ ബയോളജി ഓഫ് ദി ജീൻ എന്ന പുസ്തകം. 2. ഒരു ചെറിയ ലാബിനെ ലോകോത്തര ഗവേഷണ കേന്ദ്രമാക്കി മാറ്റി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന്റെ മുഴുവൻ ജനിതക ഘടനയും, അതായത് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന മുഴുവൻ ഇൻസ്ട്രക്ഷൻ മാനുവലും വായിച്ചെടുക്കാനുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യമായ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമായിരുന്നു. രസകരമായ ഒരു കാര്യമെന്തെന്നാൽ, ജനിതക ഗവേഷണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം മുൻകൂട്ടി ചിന്തിച്ചിരുന്നു. അതിനായി അദ്ദേഹം ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ തുടങ്ങി. ഈ ദീർഘവീക്ഷണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ്. എന്നാൽ ശാസ്ത്രലോകത്തിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പതനം തുടങ്ങുന്നത്. അതിന് കാരണം മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകൾ തന്നെയായിരുന്നു. 2007 ഒരു പത്രത്തിനു കൊടുത്ത അഭിമുഖത്തിലെ ഈ വാക്കുകളാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. കറുത്ത വർഗ്ഗക്കാർക്ക് ജനിതകമായി വെളുത്ത വർഗ്ഗക്കാരേക്കാൾ ബുദ്ധി കുറവാണെന്ന ഈ പരാമർശം ലോകമെമ്പാടും വലിയൊരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കി. അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. 2007 തന്നെ അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ ഒഴിയേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം നിർത്തിയില്ല. 2019 ഒരു ഡോക്യുമെന്ററിയിൽ ഇതേ അഭിപ്രായങ്ങൾ ആവർത്തിച്ചതോടെ അദ്ദേഹം തന്നെ കെട്ടിപ്പടുത്ത കോൾഡ് സ്പ്രിംഗ് ഹാർബർ ലബോറട്ടറി അദ്ദേഹവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. ഒന്നാലോചിച്ചു നോക്കൂ, അദ്ദേഹം ജീവൻ കൊടുത്തു വളർത്തിയ സ്ഥാപനം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ശാസ്ത്രലോകത്തുനിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കണമത്. അപ്പോ നമ്മളിപ്പോ ഈ രണ്ട് വിരുദ്ധമായ കഥകളും കേട്ടു. ഒരു വശത്ത് പ്രതിഭ,
മറുവശത്ത് വിവാദ നായകൻ. അപ്പോൾ ചരിത്രം ജെയിംസ് വാട്സനെ എങ്ങനെയായിരിക്കും ഓർക്കുക? ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സങ്കീർണത. ഒരു വശത്ത് ജീവന്റെ രഹസ്യം കണ്ടെത്തിയ, മനുഷ്യരാശിയുടെ ജനിതക രഹസ്യങ്ങൾ മുഴുവൻ കണ്ടെത്താൻ നേതൃത്വം നൽകിയ ഒരു അതികായൻ. മറുവശത്ത് ഒരു സഹപ്രവർത്തകയുടെ സംഭാവനകളെ വേണ്ടത്ര വിലമതിക്കാത്ത, വംശീയമായ പ്രസ്താവനകൾ നടത്തിയ ഒരു വ്യക്തി. ഈ രണ്ട് സത്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ശാസ്ത്രത്തിന് ഇത്രയും വലിയ സംഭാവനകൾ നൽകിയ, എന്നാൽ അതേസമയം ഇത്രയും ഗുരുതരമായ പിഴവുകൾ വരുത്തിയ ഒരാളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഈ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ജെയിംസ് വാട്സന്റെ ജീവിതകഥ അവസാനിക്കുന്നത്.